നമസ്കാരം. ഓൺലൈൻ തട്ടിപ്പിന് പിന്നാലെ വമ്പൻ കെണിയുമായി വലിയ റാക്കറ്റ് കേരളത്തിൽ തലപൊക്കിയിരിക്കുകയാണ്. എന്താണ് തട്ടിപ്പിന്റെ പുതിയ മാനം? ഏത് രീതിയിലാണ് ഇപ്പോഴത്തെ കെണി? നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ. കൊറിയർ തട്ടിപ്പാണ് ഇപ്പോൾ തലപൊക്കിയിരിക്കുന്നത്. അതായത് വ്യാജ ആധാർ കാർഡുകൾ, പണം, മയക്കുമരുന്ന് എന്നിവ അടങ്ങിയ കൊറിയർ എത്തിയിട്ടുണ്ടെന്ന് അറിയിച്ചുകൊണ്ടാണ് തട്ടിപ്പ് വീരന്മാരുടെ പ്രകടനം. തട്ടിപ്പിന്റെ പുതിയ തലം അത്യന്തം ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. വടക്കൻ കേരളത്തിൽ ഈ തട്ടിപ്പ് വ്യാപകമായി നടക്കുന്നുവെന്ന് വേണം പറയാൻ. കണ്ണൂരിൽ നിരവധി പേരാണ് അടുത്തിടെയായി കൊറിയർ തട്ടിപ്പിന് ഇരയായത്. ഒന്നും രണ്ടുമല്ല, നിരവധി പേർക്കാണ് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം വ്യക്തികളുടെ ബാങ്ക് വിവരങ്ങളും അതേപോലെ ആധാർ വിവരങ്ങളും ഒക്കെ മുൻനിർത്തിയാണ് ഈ തട്ടിപ്പ്. തട്ടിപ്പ് സംഘങ്ങൾ ആളുകളെ ഭീഷണിപ്പെടുത്തിയാണ് പണം കൈക്കലാക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതായത് ഒരു ഗ്യാങ് ആയി തന്നെ, വലിയൊരു ഗ്യാങ് ആയി തന്നെയാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് തട്ടിപ്പ് സംഘങ്ങൾ കവർച്ചയിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ, കൊറിയറിലെ സാധനങ്ങൾക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്നും അതുപോലെ തന്നെ ഇത് ഇല്ലീഗൽ ആണ് എന്നും കൂടുതൽ വിവരങ്ങൾ അറിയിക്കാൻ CBI അല്ലെങ്കിൽ സൈബർ പോലീസ് എന്നീ ഏജൻസികളിലെ മുതിർന്ന ഓഫീസർക്ക് കൈമാറുന്നുവെന്നായിരിക്കും ഫോൺ സന്ദേശം. അതായത് തെറ്റിദ്ധരിപ്പിക്കുക ഇരകളെ. എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്, ഇത്തരത്തിലാണ് ഇരകളെ ബോധ്യപ്പെടുത്തുക. പ്രധാന ഓഫീസർ ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ തട്ടിപ്പുകാർ ഇരകളിലേക്ക് എത്തുന്നത്. വ്യാജ ID കാർഡ് അടക്കം ഇവർ കാണിച്ചു കൊടുക്കാറുണ്ട്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭീഷണിപ്പെടുത്തുന്നത് പല നിർണായകമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. പോലീസ് ചമഞ്ഞും ആളുകൾ എത്തുന്നുണ്ട്. ഇരയോട് കൊറിയറിൽ MDMAയും അതേപോലെ പാസ്പോർട്ടും നിരവധി ആധാർ കാർഡുകളും ഒക്കെ ഉണ്ടായെന്നും തീവ്രവാദികളെ സഹായിക്കുന്നുവെന്നും എന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങളെ വളച്ചൊടിക്കുന്നത്. മുതിർന്ന ഓഫീസറുടെ യൂണിഫോം ധരിച്ച് വീഡിയോകളിൽ വന്നായിരിക്കും ഈ കാര്യങ്ങളൊക്കെ തട്ടിപ്പുകാർ പറയുന്നത്. അതുപോലെ തന്നെ ഓഫീസർ ചമഞ്ഞ് സാമ്പത്തിക കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യും. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ പണം മുഴുവനും ഫിനാൻസ് വകുപ്പിന്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കായിട്ട് അയച്ചു നൽകണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ തട്ടിപ്പ്. വെർച്വൽ അറസ്റ്റാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നും എങ്ങോട്ടും പോകരുത് എന്നും ആരെയും വിവരങ്ങളൊന്നും അറിയിക്കരുത് എന്നും ഒക്കെ പറയും. ഇത് കേൾക്കുന്ന ഇരകൾ സ്വാഭാവികമായും ഭയപ്പെട്ട് അവർ തരുന്ന അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും. പണം മുഴുവൻ അവർക്ക് കൈമാറും. പിന്നീട് റിപ്ലൈ മെസ്സേജുകളൊന്നും വരാത്തൊരു സാഹചര്യത്തിലാണ് തങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നതും. കേൾക്കുമ്പോൾ ഈ ഇരയാകുന്നവർ ഇത്രയ്ക്ക് മണ്ടന്മാരാണോ എന്നൊക്കെ നമുക്ക് വളരെ അനായാസം ചോദിക്കാം. പക്ഷേ സാഹചര്യം അത്രയേറെ കലുഷിതമാക്കി സങ്കീർണമാക്കിയ ശേഷമാണ് ഈ തട്ടിപ്പുകാരുടെ തട്ടിപ്പ് അങ്ങേയറ്റം ഇരയെ മാനസികമായി ഒരു വലിയ ഒരു പ്രതിസന്ധിയിൽ കൊണ്ടെത്തിക്കുകയും അതിനുശേഷം അവർ യാന്ത്രികമായിട്ടോ അല്ലെങ്കിൽ നിർബന്ധിതരായി അത് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിലൊന്നും പെട്ടെന്ന് പെരുമാറാൻ ഒരാൾക്ക് സാധിച്ചു എന്ന് വരില്ല. പക്ഷേ ഇത്തരം തട്ടിപ്പുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ആരെങ്കിലും ഇത്തരം വ്യാജ സന്ദേശങ്ങൾ അയക്കുകയോ ഇത്തരം കാര്യങ്ങൾ പറയുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൽ യാതൊരു പങ്കുമില്ല എങ്കിൽ ഒരു കാരണവശാലും പരിഭ്രാന്തിപ്പെടുകയോ ഭയപ്പെടുകയോ വേണ്ട എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഒരാൾക്കും നിങ്ങളുടെ വിവരങ്ങൾ കൊടുക്കാതിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ചമഞ്ഞോ മറ്റ് ഉദ്യോഗസ്ഥർ ചമഞ്ഞോ ഒക്കെ ആര് തന്നെ വന്നാലും ഇത്തരം ചതിക്കുഴികളിൽ പെട്ടുപോകാതിരിക്കാനുള്ള ശ്രദ്ധയാണ് പുലർത്തേണ്ടത്. ഇത്തരം സന്ദേശങ്ങളിൽ പരിഭ്രാന്തരാകാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആരെങ്കിലും അയച്ചു തരുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് പണം ഒരിക്കലും കൈമാറരുത്. അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്ന് അന്വേഷിച്ചറിഞ്ഞ ശേഷം മാത്രമേ അങ്ങനെ ചെയ്യുന്നെങ്കിൽ പോലും ചെയ്യാൻ പാടുള്ളൂ. ഒരു അന്വേഷണ ഏജൻസിയും സമ്പാദ്യം കൈമാറാൻ ആവശ്യപ്പെടില്ല എന്നതാണ് ഏറ്റവും ആത്യന്തികമായി മനസ്സിലാക്കേണ്ട കാര്യം. ഒരിക്കലും ഉദ്യോഗസ്ഥർ പണം നേരിട്ട് അയക്കാനായി പറയില്ല. മറിച്ച് നിങ്ങളുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും അതേപോലെ തന്നെ നിങ്ങളുടെ പണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബാങ്കിനോട് നേരിട്ട് ചോദിക്കുവാനും അവർക്ക് അധികാരമുണ്ട്, അതിനുള്ള വഴിയുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമായി കൊണ്ടിരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ ഏകദേശം 1 മണിക്കൂറിനകം തന്നെ വിവരം 1930 എന്ന നമ്പറിൽ അറിയിക്കുകയും വേണം. കാരണം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വിവരം അധികൃതരെ അറിയിക്കുന്നു, അത്രയും പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യതയും കൂടുമെന്നതാണ് മനസ്സിലാക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ സൈബർ കുറ്റകൃത്യങ്ങൾ വലിയ രീതിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങൾ സമഗ്രമായും ഏകോപിപ്പിച്ചും കൈകാര്യം ചെയ്യുന്നതിനുള്ള സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യൻ സർക്കാർ കാര്യമായ നടപടികളും ചെയ്യുന്നുണ്ട് എന്നതും എടുത്തു പറയണം. പക്ഷേ എന്തൊക്കെ ചെയ്താലും ഇത്തരത്തിലുള്ള ആളുകൾ തട്ടിപ്പിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. എന്താണ് ഈ സൈബർ ക്രൈം എന്നതുകൂടി മനസ്സിലാക്കുകയാണെങ്കിൽ, കമ്പ്യൂട്ടർ കുറ്റകൃത്യത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്യുന്നതിനുള്ള ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കുറ്റകൃത്യമായിട്ടാണ് ഈ സൈബർ കുറ്റകൃത്യത്തെ നിർവചിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ നിരവധി
നിയമങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങൾ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സർക്കാരുകളെയും പോലും ബാധിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഓൺലൈൻ തട്ടിപ്പിൽ തന്നെ നിരവധി ആളുകൾ ഇരയാകുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റു പല തട്ടിപ്പിനും ആളുകൾ ഇരയാകുന്നുണ്ട്. അതിനിടയിലാണ് ഈ പറഞ്ഞ കൊറിയർ തട്ടിപ്പും ഇപ്പോൾ തലപൊക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുകൾ ബോധവാന്മാരായിരിക്കുക എന്നുള്ളതാണ്. ഏത് നിമിഷവും ഇത്തരം അപകടങ്ങൾ തങ്ങളെ തേടി എത്തുമെന്നൊരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു മുൻവിധിയിൽ തന്നെ കാര്യങ്ങളെ നീക്കിക്കഴിഞ്ഞാൽ ഇത്തരം കെണികളിൽ പെടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ഇരയായാലും ഇല്ല എങ്കിലും ബോധവാന്മാരായിരിക്കുക. തട്ടിപ്പിനിരയായവർ ഈ പറഞ്ഞ അധികൃതരുമായി ബന്ധപ്പെടുക. കൃത്യമായ കാര്യങ്ങൾ പരിശോധിച്ച് മാത്രം നിങ്ങളുടെ വിവരങ്ങൾ മറ്റൊരാൾക്ക് കൈമാറുക.